أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين لا يشهدون الزور وإذا مروا باللغو مروا كراما والذين إذا ذكروا بآيات ربهم لم يخروا عليها صما وعميانا. അൽ-ഫുർഖാൻ 72:3. വല്ലദീന ഒരു കൂട്ടരുമാണവർ, ലാ യഷ്ഹദൂന അവർ സാക്ഷി നിൽക്കുന്നില്ല, അസ്സൂറ കള്ളത്തിന്, വൈദാ മറു അവർ നടന്നുപോയാൽ, ബിൽ ലഗ്വി പ്രയോജനകരമല്ലാത്ത കാര്യങ്ങളുടെ അടുത്തുകൂടെ അല്ലെങ്കിൽ കാര്യങ്ങളിലൂടെ കടന്നുപോയാൽ, മറു കിറാമ അവർ മാന്യന്മാരായിട്ട് നടന്നു പോകുന്നു. വല്ലദീന ഒരു കൂട്ടരുമാണവർ, ഇദാ ദുക്കിറു അവർ ഉത്ബോധിപ്പിക്കപ്പെട്ടാൽ, ബി ആയാത്തി റബ്ബിഹിം അവരുടെ രക്ഷിതാവിൻ്റെ ആയത്തുകൾ കൊണ്ട്, ലം യഖിറു അവർ വീഴുകയില്ല, അലൈഹ അതിൻ്റെ മേൽ, സുമ്മൻ വ ഉമ്യാന ബധിരരും അന്ധരുമായിട്ട്. ഇബാദുർ റഹ്മാൻ കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ ദാസന്മാരാണ് തങ്ങളെന്ന് സ്വയം അംഗീകരിച്ച് ജീവിക്കുന്ന ആളുകളുടെ നല്ല ഗുണങ്ങൾ എടുത്തു പറഞ്ഞു പുകഴ്ത്തുകയാണ് വീണ്ടും അള്ളാഹു. അതിൽ വല്ലദീന ലാ യഷ്ഹദൂന സൂറ അവർ വ്യാജത്തിന് സാക്ഷി നിൽക്കുകയില്ല. വ്യാജത്തിന് സാക്ഷി നിൽക്കുക, വ്യാജം എന്ന് പറഞ്ഞാൽ രണ്ട് തരമുണ്ട് സാക്ഷി നിൽക്കപ്പെടുന്ന വ്യാജം. ഒന്ന്, കോടതിയിൽ അല്ലെങ്കിൽ വിധികർത്താവിൻ്റെ മുമ്പിലൊക്കെ കേസ് വരുമ്പോൾ പ്രതിക്ക് അനുകൂലമായിട്ടോ വാദിക്ക് അനുകൂലമായിട്ടോ ഒക്കെ സാക്ഷി നിൽക്കുക. അത് ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ടുള്ള സാക്ഷ്യമാണ്. അതിൽ കള്ളസാക്ഷ്യവും ഉണ്ടാകും, സത്യസാക്ഷ്യവും ഉണ്ടാകും. അതിൻ്റെ അടിസ്ഥാനമാകുന്നത്, അതിനും അല്ലാഹു തആല സാക്ഷ്യം തന്നെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്, ഷഹാദത്തുൽ ഹഖ് സത്യസാക്ഷ്യം. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്തൻ ലിതകൂനു ശുഹദാഅ അലന്നാസി വയകൂന റസൂലു അലൈക്കും ഷഹീദാ. നിങ്ങളെ ഒരു മധ്യമ സമൂഹമാക്കിയിരിക്കുന്നു, നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷിയാകാനും റസൂല് നിങ്ങൾക്ക് സാക്ഷിയാകാനും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ ദീന് സത്യത്തിൻ്റെ ശബ്ദം, അത് സത്യമാണ് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്താൻ അവർ സംസാരിക്കും. അല്ലാതെ വ്യാജമായ ഒരു കാര്യം അതിനുവേണ്ടി സാക്ഷി നിൽക്കാൻ അവരെ കിട്ടുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിനെ കുറിച്ച് പറഞ്ഞെടുത്തിട്ടുണ്ട്, ഖൗലസ്സൂരി മല്ലം യദ ഖൗലസ്സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ തഅമഹു വ ശറാബഹു. ഖൗലസ്സൂരി വൽ അമല്, കള്ളസാക്ഷ്യവും കള്ളത്തിനു വേണ്ടിയുള്ള പ്രവൃത്തിയും ഉപേക്ഷിക്കാൻ തീരുമാനിക്കാത്തവൻ പട്ടിണി കിടന്ന് നോമ്പെടുത്തോളാം എന്ന് അല്ലാഹുവിന് ആവശ്യമില്ല എന്ന്. ആ സൂർ എന്ന് പറഞ്ഞാൽ അതാണ്, വ്യാജങ്ങളാണ്. ഇവിടെ കോടതി പോലെയുള്ള സാക്ഷ്യത്തിൻ്റെ വർത്തമാനം പിന്നീട് ഈ ആയത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു കാര്യമാണെങ്കിലും ആയത്ത് ഇറങ്ങിയ കാലത്ത് അതിന് വലിയ പ്രസക്തിയൊന്നുമില്ല. കാരണം അവിടെ അങ്ങനെ ഒരു സാക്ഷി പറഞ്ഞ് നിൽക്കുന്ന കോടതി ഒന്നുമില്ലല്ലോ. പിന്നെ ഉള്ളത് ഈ ഗോത്ര കോടതികളും ഗോത്ര വിധികർത്താക്കളും ഒക്കെയാണ്. അവിടെ സാക്ഷി പറയാൻ പോവുക എന്ന് പറഞ്ഞ പണി സത്യവിശ്വാസികൾക്ക് വല്ലാതെ ഒന്നും ഉണ്ടാവില്ല. കാരണം ഈ ആയത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് വളരെ കുറഞ്ഞ സാക്ഷികളൊക്കെയാണ് ഉള്ളത്. അതേ സമയത്ത് സത്യത്തിൻ്റെ സാക്ഷികളാകുക എന്ന് പറയുന്നത് വളരെ പ്രസക്തമായ ഒരു ആശയമാണ്. അഥവാ അവർ പറയുന്ന ആശയം അവർക്ക് തന്നെ സത്യമാണ് എന്ന് ബോധ്യമുള്ളതിനാണ്, ആളുകളെ ബോധ്യപ്പെടുത്താനാണ്. അവർക്ക് അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന് അതിനവർ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ റസൂലാണ് എന്നതിന് അവർ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ഇങ്ങനെ പരലോകത്തിന് അവർ സാക്ഷി പറയുന്നുണ്ട്. സത്യത്തിൻ്റെ സാക്ഷികളാണ് അവർ. അല്ലാതെ അവരൊരിക്കലും വ്യാജത്തിന് സാക്ഷി നിൽക്കുകയില്ല എന്ന് അന്ന് പറഞ്ഞാൽ വളരെ പ്രസക്തിയുള്ളൊരാശയമാണ്. കാരണം ഈ മുശ്രിക്കുകളുടെ നേതാക്കന്മാർ ഒക്കെ ഈ ലാത്ത ഉസ്സ മനാത്ത പോലെയുള്ളതൊക്കെ വെറും കല്ലുകളാണ് എന്ന് അവർക്കറിയാം. പക്ഷേ എന്നാലും അതിന് ഭയങ്കര പുണ്യമാണ്. അതുകൊണ്ട് അവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് അവിടെ വന്ന് ഈ നിവേദിക്കൽ നടത്തിയിട്ട് നേർച്ച അർപ്പിച്ചിട്ടൊക്കെ വലിയ ഗുണമുണ്ടായി എന്നൊക്കെ അവർ പ്രചരിപ്പിക്കും. എന്തിന്? ആ പറയുന്നവർക്ക് തന്നെ അറിയാം അത് വ്യാജമാണെന്ന്. എന്നാലും പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം അവിടെ ആൾ വരണം, അവരുടെ കച്ചവടം നടക്കണം, അവരുടെ പ്രതാപം ഉയരണം.
അതിനൊക്കെ വേണ്ടി വ്യാജങ്ങളും ഐതിഹ്യങ്ങളും പ്രചരിപ്പിക്കുക, അതിനൊന്നും വിശ്വാസികളെ കിട്ടൂല. അവർക്ക് നല്ല ബോധ്യമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ അന്ധവിശ്വാസങ്ങൾ പ്രചരിക്കൽ അങ്ങനെയാണല്ലോ. ഉപകാരം ഉണ്ടായതിനെക്കുറിച്ചൊക്കെ വ്യാജങ്ങൾ ആളുകൾ പറഞ്ഞു പരത്തിക്കൊണ്ടേയിരിക്കും. ഇവർ പറയുന്നതൊക്കെ അവർക്ക് നല്ല ബോധ്യം, ആത്മാർത്ഥതയുള്ളതാണ്. അത് നമുക്ക് അത്ര മനസ്സിലാവില്ല. പക്ഷേ ഈ വ്യാജം പറയുന്ന ആളുകൾക്ക് ഇത് ശരിക്ക് ചെന്ന് കൊള്ളും. കാരണം അവർ പറയുന്നത് വ്യാജാണെന്ന് അവർക്കറിയാലോ. അങ്ങനെ വ്യാജമായ ആശയങ്ങൾ ഈ കാലത്തും ഉണ്ടാകും. അഥവാ എന്ത് പറഞ്ഞാലാണ് എനിക്ക് ജനപിന്തുണ കിട്ടുക, എനിക്ക് വോട്ട് കിട്ടുക, അല്ലെങ്കിൽ എൻ്റെ സംഘടനയോ സമുദായമോ ഒക്കെ വളരുക, അത് പറയുക. അത് സത്യമാകണമെന്നില്ല. എന്ത് വ്യാജം പറഞ്ഞിട്ടും എനിക്ക് നേട്ടമുണ്ടാക്കുമെങ്കിൽ ഞാൻ പറയും. ഇങ്ങനെയാണ് നിഷേധികളുടെ നിലപാടുണ്ടാകുക. എന്നാൽ വിശ്വാസികളുടെ നിലപാട് അങ്ങനെയല്ല. അവരുടെ ന്യായം, അവരുടെ നിലപാട്, അവരുടെ ചിന്താഗതി ഒക്കെ സത്യമാണ് എന്ന് അവർക്ക് ബോധ്യമുള്ളതിന്മേൽ കെട്ടിപ്പടുത്തതാണ്. അവർ പറയുന്നത് അവർ വിശ്വസിക്കുന്നുണ്ട്. റസൂലുള്ളാഹിനെ കുറിച്ച് പറഞ്ഞില്ല, ആമനർ റസൂൽ ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബി. റസൂലിന് നല്ല വിശ്വാസം ഉണ്ടായിട്ട് പറയാണ് സൂറത്തുൽ ബഖറയുടെ അവസാനം. അങ്ങനെ അവർ സത്യത്തിനെ സാക്ഷി നിൽക്കുള്ളൂ, അല്ലാതെ വ്യാജമാണ് എന്ന് അവർക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ ജനങ്ങളെ കൊണ്ട് അംഗീകരിപ്പിക്കാനും ഒന്നും അവർ മെനക്കെട്ട് പ്രവർത്തിക്കുകയോ നടക്കുകയോ ഇല്ല. അതാണ് നോമ്പിനെ കുറിച്ചുള്ള ഹദീസിലും പറഞ്ഞത്, വല്ലദീന ലാ യശ്ഹദൂന സൂറ വൈദാ മറൂ ബില്ലഗ്വി മറൂ കിറാമ. അവർ വിനോദങ്ങൾ, പ്രയോജനരഹിതമായ കാര്യങ്ങളുടെ അടുത്തുകൂടി നടന്നു പോയാൽ മാന്യന്മാരായിട്ട് നടന്നു പോകും. അറേബ്യ, ഈ ഉക്കാല് ചന്തയും ഒക്കെ ഈ ലഹവിൻ്റെ കൂത്തരങ്ങായിരുന്നല്ലോ. ഒരു പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ, അശ്ലീലാഭാസങ്ങൾ മുതൽ വെറും സമയം കളയലുകളുടെ കാര്യങ്ങൾ നമ്മുടെ ഈ കാലത്തുള്ളതുപോലെ തന്നെ, അതിലൊന്നും സമയം കളയാൻ അവർക്കില്ല. അനിൽ ലഹവി മുഅരിളൂൻ, അവർ ലഹവിനെ അവഗണിക്കുന്നവരാണെന്ന് പറഞ്ഞല്ലോ സൂറത്തുൽ മുഅ്മിനൂനിൽ. ഇങ്ങനെ ലഹവിനെ അവഗണിക്കുന്നവരാണ് എന്ന് പറഞ്ഞു. ഇവിടെ അതിൽ ഈ ലഹവിൻ്റെ അടുത്തുകൂടെ നടന്നു പോകേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സമൂഹത്തിൽ ഒരുപാട് ലഹവുകൾ, പ്രയോജനരഹിതമായ കാര്യങ്ങൾ, പണം മുടക്കിയും സമയം ചെലവഴിച്ചും അധ്വാനിച്ചുമൊക്കെ ആളുകൾ കാട്ടിക്കൂട്ടുന്ന ഒരു പ്രയോജനവുമില്ലാത്ത വിനോദോപാധികളുണ്ട്. അതിലൊന്നും അവർ സമയം കളയുന്നില്ല. അവർ വളരെ ഗൗരവത്തിൽ, വളരെ കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ജീവിക്കുന്നവരാണ്. അവിടെ മൊയ്രുലൂൻ എന്നും ഇവിടെ മറൂ കിറാമ എന്നും പറഞ്ഞതിൽ സൂക്ഷ്മമായ ഒരു സംഗതിയുണ്ട്. അത് തീരെ വിനോദങ്ങളോ ചിരിയോ കളിയോ തമാശയോ കളിയോ പാട്ടോ ഒന്നും ഉള്ളവരല്ല അവർ എന്നൊന്നുമല്ല. അതൊക്കെ വളരെ അവഗണനാപൂർവമായ ഒരു സമീപനം. അഥവാ അല്പം ചിരിയും തമാശയൊക്കെ പറ്റും കുറച്ച്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളുമായിട്ട് ചിരിച്ചും വർത്താനം പറഞ്ഞ് ഇരിക്കാറുണ്ടായിരുന്നു. പക്ഷേ ബാങ്ക് കേട്ടാൽ യാതൊരു ലോഹ്യമില്ലാതെ പോലെ എണീറ്റ് പോകുമെന്ന് പറയുന്നുണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ. അപ്പോൾ ചിരിയും കളിയൊക്കെ ലഹവിൽപ്പെട്ട തന്നെയാണ്. കൂടുതലായാൽ ആപത്താണ്. ഊണിലെ അച്ചാറിനൊക്കെ ഉള്ളൊരു സ്ഥാനം, അല്ലെങ്കിൽ ഒരു ഭക്ഷ്യപദാർത്ഥത്തിൽ ഉപ്പിനുള്ള ഒരു സ്ഥാനം ഒക്കെ ജീവിതത്തിൽ വിനോദത്തിനും കളിക്കുമൊക്കെ ഉണ്ടാകാം. അതിൻ്റെ അപ്പുറം കടന്നാൽ എന്നിട്ട് നിർബന്ധമായ കാര്യങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ വെറുതെ സമയം പാഴാക്കുന്ന തരത്തിൽ ഒക്കെയുള്ള കാര്യങ്ങളാകുമ്പോൾ അതാണ് ലഹവ് ആകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ തന്നെ കുട്ടികൾ പാട്ടുപാടുകയും, പെരുന്നാൾക്ക് കുട്ടികൾ പാട്ടുപാടുകയും ഒക്കെ ചെയ്തത് സഹിഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. അബീസിനിയയിൽ നിന്ന് വന്ന സംഘം പള്ളിയിൽ കളി നടത്തുകയും എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ഉൾപ്പെടെയുള്ള ആളുകൾ റസൂലുള്ളാഹിനൊപ്പം അത് ഇന്ന് കാണുകയും ചെയ്തതൊക്കെ ഉണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ, അതാണ് ഭക്ഷ്യപദാർത്ഥത്തിൽ ഉപ്പിനോ ഊണിലെ അച്ചാറിനോ ഒക്കെ ഉള്ള ഒരു സ്ഥാനം വിനോദത്തിന് കൊടുക്കും. അതാണ് അവഗണിക്കുന്നവരാണ് എന്ന് പറഞ്ഞത്. അല്ലാതെ അതിനുവേണ്ടി ജീവിക്കുക, അതിനുവേണ്ടി വലിയ സംഖ്യകൾ മുടക്കുക, ഒരുപാട് സമയം ചെലവഴിക്കുക, ഇപ്പോൾ ലോകകപ്പ് എന്ന് പറഞ്ഞിട്ട് ഉറക്കളച്ചും വലിയ സംഖ്യ ചെലവഴിച്ചും ഒക്കെ മഹാമാമാങ്കങ്ങൾ നടക്കുകയാണ്. അതേ സമയത്ത് മനുഷ്യൻ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങൾ മുതൽ പട്ടിണി കിടക്കുന്ന മനുഷ്യന്മാർ വരെ അവഗണിക്കപ്പെടുകയാണ്. ഇങ്ങനെയൊക്കെ ഉള്ളതിനെ സംബന്ധിച്ചാണ് ഈ പറഞ്ഞത്. അപ്പോൾ തെറ്റായ ആശയങ്ങൾക്ക് വേണ്ടി സാക്ഷ്യം പറയാനോ അല്ലെങ്കിൽ പ്രയോജനരഹിതമായ കാര്യങ്ങൾക്ക് വേണ്ടി സമയവും സമ്പത്തും ചെലവഴിക്കാനോ ഒന്നും അവരെ കിട്ടുകയില്ല. ഇതാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. വല്ലദീന ഇദാ ദുക്കിറു ബി ആയാത്തി റബ്ബിഹിം ലം യഖിറു അലൈഹ സുമ്മം വഅംബിയാന. അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അവർ അന്ധരും പതിതരുമായിട്ട് അതിൻ്റെ മേലെ വീഴുകയില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ അവർ നല്ല നിലയിലാണ് ഉൾക്കൊള്ളുക. അല്ലദീന യസ്തമിഊനൽ ഖൗല വയത്തബിഊന അഹ്സനഹു. അവർ വചനം ശ്രദ്ധിച്ച് കേൾക്കുകയും അതിനെ നല്ല നിലയിൽ
പിൻപറ്റുകയും ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞല്ലോ. അഥവാ ഒരു കേവലം അന്ധമായിട്ടല്ല അവർ അള്ളാഹുവിൻ്റെ ദീനിനെ മനസ്സിലാക്കുന്നത്, പകരം അഥവാ ഒരു സാമുദായികത, ഒരു വിഭാഗീയത, ഇങ്ങനെ കേട്ടത് പാതി കേൾക്കാത്തത് പാതി അങ്ങനെയൊന്നുമല്ല. അവർ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വളരെ തൻ്റെ ഇടത്തോടും ബോധത്തോടും കൂടിയാണ് അള്ളാഹുവിൻ്റെ ആയത്തുകളെ വരെ അവർക്ക് ബോധ്യം വന്നിട്ട് അവർ മനസ്സിലാക്കിയിട്ട് അവർ ഉൾക്കൊണ്ടിട്ട് അതുവഴി അവരുടെ ഈമാനും അവരുടെ ബോധ്യവുമൊക്കെ വർദ്ധിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണ് അള്ളാഹുവിൻ്റെ ആയത്തുകളും അവരും തമ്മിലുള്ള ബന്ധം. അല്ലാതെ ഒന്നും മനസ്സിലാക്കാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുക, അങ്ങനെയാണ് മുശ്രിക്കുകളുടെ ആരാധനാ കർമ്മങ്ങൾ. അതിൽ വലിയ വലിയ വാചകങ്ങളൊക്കെ പറയുന്നുണ്ട്, പക്ഷേ അതൊക്കെ വെറുതെ ഒരു വായ്ത്താരി മാത്രമാണ്. അതിൻ്റെ അപ്പുറം ജീവിതവുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. ഇങ്ങനെയല്ല അള്ളാഹുവിൻ്റെ സൂക്തങ്ങളോട്, ആയത്തുകളോട് ഇവരുടെ നിലപാട്. അള്ളാഹു പറഞ്ഞത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിച്ച് അതിനെ ബോധം ഉൾക്കൊണ്ട് അതിനനുസരിച്ച് ജീവിതം ക്രമീകരിച്ച് അങ്ങനെ വളരെ കാര്യഗൗരവത്തിലാണ്. നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ മറുവശം, അള്ളാഹുവിൻ്റെ ആയത്തുകളെ അവർ അതിൻ്റെ മേലെ അന്തരും ബദിരുമായി കെട്ടിപ്പിടഞ്ഞ് വീഴുകയല്ല, പകരം വളരെ തൻ്റെ ഇടത്തോടും ബോധത്തോടും കൂടിയാണ് സമീപിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ഈമാൻ വർദ്ധിക്കുന്നുണ്ട്, അവർക്ക് അള്ളാഹുവിന് ഭയം വരുന്നുണ്ട്. വൈദാ തുലിയത്ത് അലൈഹിം ആയാത്തുഹു ജാദത്തുഹും ഈമാൻ വജിലത്തു ഖുലൂബുഹും എന്നൊക്കെ പറഞ്ഞില്ലേ. ഇത് തഖ്ശഇറു മിൻഹു ജുലൂദുഹും സുമ്മ തലീനു ജുലൂദുഹും വ ഖുലൂബുഹും, ഇങ്ങനെ പലയിടത്തായിട്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതാണ്. അവർ അല്ലാതെ ആയത്ത് കേൾക്കുമ്പോൾ എന്താണെന്ന് മനസ്സിലാക്കാത്തത് ഞങ്ങൾക്കറിഞ്ഞ ആയത്താണ് എന്ന് മാത്രം പറഞ്ഞ് അതും പിന്നെ എന്താണെന്ന് മനസ്സിലാക്കാതെ ഒരു വിഭാഗീയതയുടെ പേരിൽ, ഒരു പക്ഷപാതിത്വത്തിൻ്റെ പേരിൽ അത് ഏറ്റുവിളിക്കുകയല്ല എന്നാണ് സൂചിപ്പിച്ചതിൻ്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ആയത്തുകളെ ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും പഠിക്കുവാനും പകർത്തുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ വനദ്റ. അല്ലാഹുമ്മ ജ്അലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ ഹുസ്നിനാ വദഹാബ ഹമ്മിനാ വഗമ്മിനാ. റബ്ബനാ ആതിനാ മാ വഅദ്തനാ അലാ റസൂലിക് വലാ തുഖ്സിനാ യൗമൽ ഖിയാമ إنك لا تخلف الميعاد. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.